അപ്പോൾ എൻ്റെ തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കാന്താരി നിറയെ കാന്താരി മുളക് ഉണ്ടാകുമ്പോൾ അതിനെ ഞെട്ടി കളഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിലിട്ടാൽ മതിയല്ലോ. അമരയുടെ സീസണൊന്നുമല്ല, എന്നാലും അമര ഉണ്ടാവുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ കുറേ കാലമായിട്ട് ഇവിടെ വിത്ത് കുഴിച്ചിട്ടിട്ട് ചൊരക്ക പറയുന്ന ചിരങ്ങ എല്ലാം പറയും. അപ്പോൾ ഈ ചൊരക്ക ഉണ്ടാവാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. എത്ര വിത്ത് വാങ്ങി കുഴിച്ചിട്ടാലും ഉണ്ടാവലില്ല. ഇപ്പോഴാണ് ഒന്ന് പിടിച്ച് കിട്ടിയത്. അതെന്താ കാരണം വെച്ചാൽ വരാതിരിക്കാൻ കാരണം എൻ്റെ അറിവിൽ അതിൻ്റെ തോട്, ആ വിത്തിൻ്റെ തോട് നല്ല കട്ടിയാണ്. അപ്പോൾ അത് കുതിർത്തിയതിൻ്റെ ശേഷം തലേന്ന് പൊട്ടിച്ചു കൊടുക്കുക. തലേന്ന് പറഞ്ഞാൽ വിത്തിൻ്റെ മൂട് ഭാഗം, ആ മുളയ്ക്കണ ഭാഗം പൊട്ടിച്ചു കൊടുക്കുക, എന്നിട്ട് കുഴിച്ചിടുക. അപ്പോൾ വേഗം മുളയ്ക്കണുണ്ട്. ഇതേപോലെ തോട് കട്ടിയുള്ള എല്ലാ വിത്തുകളും, നെല്ലി ആയാലും, നെല്ലിയൊക്കെ നമ്മൾ എത്ര കാലം കുഴിച്ചിട്ടാലും അത് മുളച്ചൊന്നും വരുന്നില്ല. അത് പൊട്ടിച്ചിട്ട് ആ വിത്ത് ഉള്ളിലെ പരിപ്പ് കുഴിച്ചിടുക, അപ്പോൾ വേഗം വരും. ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, തോട്ടത്തിലെല്ലാം ചാക്കിൽ വെച്ചിട്ടുള്ള, ചാക്കിൽ വെക്കാൻ സ്ഥലമില്ലാത്തവർക്കെന്നുള്ളത്. എന്താ വെച്ചാൽ അധികം സ്ഥലമല്ലേ, ഇത്ര വീട് ഇവിടെ ഉണ്ട്. അതിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലത്താണ് ഞാനിതൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു സെൻറ്റ് ഉണ്ടായിരിക്കാം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാ എൻ്റെ ഇനിയൊരു വിശേഷപ്പെട്ട പഴം, ബനാന സപ്പോട്ട. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതൊക്കെ കൊഴിഞ്ഞു പോയി, അത് ഫസ്റ്റ് ആവുകൊണ്ടായിരിക്കാം. ഇപ്പോൾ കൂടുന്നുണ്ട്. ഒക്കെ വെച്ചിട്ട് 2 കൊല്ലം ആവണേ ഉള്ളൂ. തൈ വെച്ചിട്ട് മുട്ടുണ്ടാവണേ ഉള്ളൂ. കൊയ്യാതെ കിട്ടിയാൽ നന്നായിരുന്നു. എല്ലാ കമ്പിലും മുട്ടുണ്ട്. പിന്നെ മാവ്, ആപ്പിൾ ചെടി എല്ലാം ഉണ്ട്. ഓക്കെ, കായുമ്പോൾ കാണിക്കാം. ഇത് റംബൂട്ടാന, പൂവും കായൊന്നും ആയിട്ടില്ല. വള്ളിക്കിഴങ്ങുണ്ട്. വെണ്ട തൈകളൊക്കെ സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ട്. ചാക്കിലാണ് ചക്കരക്കുരു, മഞ്ഞൾ എല്ലാം വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ചാക്കിലാണ്. ഇത് ചക്കരക്കുവയാണ്. എൻ്റെ പൈനാപ്പിള്, സ്പെഷ്യൽ പൈനാപ്പിളാണ്. കപ്പ നട്ടിട്ടുണ്ട്, ചാക്കിലാണ് വെച്ചിട്ടുള്ളത്. ഇത് വേറാപ്പിളിൻ്റെ മരമാണ്. നിറയെ മുള്ളുണ്ട്. കായുണ്ടായി 2-3 അറുത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഇടയിലൊക്കെ ഇങ്ങനെ, പക്ഷെ വലുതായിട്ടില്ല, ഒക്കെ ചെറുതാണ്. എന്താ കാരണം എന്നൊന്നും അറിയില്ല. ഇത്രയേ ഉള്ളൂ. മേലേക്ക് ഇനിയും പൂക്കളുണ്ട്. പിന്നെ ചേനയുണ്ട്, കൂവുണ്ട്. ചാക്കിൽ നട്ടിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി നന്നായിട്ട്.
ഇത് കരിമ്പാണ്, ചാക്കിലാണ് വെച്ചിട്ടുള്ളത് കരിമ്പ്. ഇത് എൻ്റെ മാവ്, കുട്ടി മാവ്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കായ ഉണ്ടാവുന്നത്. നല്ല ടേസ്റ്റുള്ള മാങ്ങ, പക്ഷേ കുഞ്ഞി മാങ്ങ ഉണ്ടായി കഴിഞ്ഞ പ്രാവശ്യം. വഴുതനയൊക്കെ ഒന്ന് അറുത്തു.